ഉറങ്ങാത്തവർ എത്ര പേരാണെന്നറിയോ? ഞാനും കുറച്ചു നേരം അവരുടെ കൂടെ ഉറക്കളച്ചു. ഒരു 3:30 ആയപ്പോൾ ഒരു റൗണ്ട് ഉറക്കത്തിന് ഒരു 1.5 മണിക്കൂറിന്റെ ഒരു സ്ലീപ്പ് സൈക്കിളിന് പോയി 5 മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ്. എത്ര പേരോ വിളിച്ചു രാത്രി. ഞാൻ അവരോട് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നടത്തിയ ഒരു പോരാട്ടത്തിൽ അവർ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുകയാണ് അവരുടെ കൂടെ. ഒരു ആശങ്കയും ഇല്ല. കണക്കുകളൊക്കെ വളരെ ഭദ്രമാണ്, കൃത്യമാണ്. ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. കൃത്യമായി നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 1 മുതൽ 14 വരെയുള്ള ബൂത്തും 15 മുതൽ 28 വരെയുള്ള ബൂത്തിലും കഴിഞ്ഞ തവണ ശ്രദ്ധിക്കണം, ഓക്സിലറി ബൂത്തുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് 1ഉം 2ഉം ഒക്കെ ഒറ്റ ബൂത്തേ ഉണ്ടായിരുന്നുള്ളൂ. 3ാമത്തെ ബൂത്തിന് ഒരു ഓക്സിലറി ബൂത്ത് ഉണ്ടായിരുന്നു. അപ്പൊ 3ഉം 3A കൂടി കിട്ടിയ വോട്ടുകൾ കഴിഞ്ഞ തവണ എത്രയാണ് എന്നുള്ളത് UDF, LDF, BJP എന്നുള്ളൊരു കണക്ക് നമ്മുടെ മുമ്പിൽ അങ്ങനെ എല്ലാറ്റിനും കൃത്യമായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സാധ്യത നമുക്ക് മുന്നിലേക്ക് വരും. അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ രണ്ടാമത്തെ റൗണ്ട്, ഞാൻ പറയുന്നു അതിനിർണായകമായ 2 റൗണ്ടുകളുണ്ട്. ആദ്യത്തെ 5 റൗണ്ടിൽ 4ഉം 5ഉമാണ്. അത് പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ 5 റൗണ്ടിനപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത് മുഴുവൻ എണ്ണുന്നത്. എന്നിട്ടും ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ആ ഒരു ട്രെൻഡോ പാറ്റേണോ തന്നെ പുലർത്താനാണ് പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലൊക്കെ സാധ്യത. വ്യത്യസ്തമായ ഒരു കണക്കുകൂടി അവതരിപ്പിക്കുകയാണ്. 36,300ഓളം വോട്ടുകളുള്ള പിരായിരിയിൽ 26,000 വോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ 10,250 വോട്ട് പോൾ ചെയ്തില്ല. 33,900 ചില്ലുവാനം വോട്ടുകൾ എന്നുവെച്ചാൽ 43,000 കഷ്ടി 44 എന്ന് തന്നെ പറയാം. മാത്തൂരും കണ്ണാടിയും ചേർന്ന് 43 ബൂത്തുകൾ ഉണ്ട്. മറ്റേത് 33 ബൂത്തുകളാണ്. ഇവിടെ ഈ 44,000ഓളം വോട്ടുകളിൽ 34,000 വോട്ട് പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ പിരായിരിയിൽ 36ൽ 10 പോൾ ചെയ്തില്ല. മാത്തൂരിലും കണ്ണാടിയിലും ചേർന്ന് 44-ലെ 10 പോൾ ചെയ്യാത്തതുള്ളൂ. ആ 8,000 വോട്ട് ആർക്കു വേണ്ടി എങ്ങനെ ചെയ്തു എന്നുള്ളത്, ആർക്കാണ് അവിടെ ആളുകളെ മൊബിലൈസ് ചെയ്ത് ബൂത്തുകളിൽ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്, അത് എണ്ണി കാത്തിരിക്കാൻ 11ഉം 12ഉം 13 അവസാനത്തെ 3 റൗണ്ട് വരെ അക്ഷമയോടെ കാത്തിരിക്കണം. പക്ഷേ ട്രെൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോൾ BJP ലീഡ് ചെയ്യും, തർക്കമില്ല. 4,000 വോട്ടിനെന്നാണ് വിശ്വസിക്കുന്നത്. അത് 6,000 ആയാലും, ഞാനിത് ആദ്യമായിട്ട് പ്രേക്ഷകരോട് പറയുന്നു, 8,000 ആയാലും BJPയുടെ തൊട്ടുപുറകിൽ LDF ആയിരിക്കും. ഇനി ഒന്നുകൂടി പറയുന്നു, അവിടെ ഒരു 1,000 1,500 വ്യത്യാസത്തിൽ UDFന്റെ പുറകിൽ പോയാൽ പോലും ഇത് മറികടന്ന് 13ാമത്തെ റൗണ്ടും കഴിഞ്ഞ് 14ാമത്തെ റൗണ്ടിൽ 179, 180 2 മെഷീനുകളുണ്ട്. മിനിമം ആ 2 മെഷീനുകളിലെ ലീഡിൽ LDF വിജയിക്കും. 5 റൗണ്ടിൽ പിടിച്ചു നിന്നാൽ പ്രതീക്ഷയാണ്. 5 റൗണ്ടിൽ പിടിച്ചു നിന്ന് 10 റൗണ്ടിൽ നിലനിർത്തി പോകുന്നു. ഈ 9ഉം 10ഉം അവിടെയും പ്രേക്ഷകർക്കും പത്രക്കാർക്കും ഉള്ള നല്ല റൗണ്ടുകളാണ് 9ഉം 10ഉം. കണ്ടമാനം വോട്ട് UDFന് കിട്ടിയ എക്സ്ക്ലൂസീവ് പിരായിരി റൗണ്ടുകളാണ്. എക്സ്ക്ലൂസീവ് പിരായിരി റൗണ്ടുകൾ 2 റൗണ്ടുകളേ ഉള്ളൂ കേട്ടോ. 9ഉം 10ഉമാണ്. നോക്കാം നമുക്ക് UDFന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്. അത് അതിന്റെ ഒരു രഹസ്യം ഞാൻ ഇന്നലെ വൈകിട്ട് അറിഞ്ഞു. എതിർക്കാൻ പാത്ര ഔട്ട് ചെയ്തത് അതെനിക്കറിയില്ല. കട്ട പുകയാവും. അങ്ങനെയാണ് ചിലരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി. അല്ല, അതെനിക്കറിയില്ല. പാടിയതാരായാലും നന്നായി പാടിയിട്ടുണ്ട്. നല്ല താളവും ലയവും ഒക്കെ ഉണ്ട്. പക്ഷെ പാലക്കാട് വന്ന് വോട്ടർമാരുടെ മുഖഭാവവും വോട്ടർമാരുടെ പ്രതീക്ഷകളോ ഒന്നും ഇവര് പങ്കുവെക്കാത്തതുകൊണ്ട് ആരോ കൊടുത്തൊരു കരാർ. ഇത് ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ. ഈ ഇലക്ഷൻ മുഴുവൻ UDFന്റെ മാനേജ് ചെയ്ത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് ഇവന്റും കൂടിയാണല്ലോ ഇത്. അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ മനസ്സെന്ന് അറിഞ്ഞൊന്നൊരു പാട്ട് പാടിക്കോളും. മുദ്രാവാക്യങ്ങളായും ആർപ്പ് വിളികളായും പാലക്കാടിന്റെ തനത് പാട്ടുകൾ എന്തായാലും ഏറ്റുപാടാനുള്ള ആളുകൾ. അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് നിലയാണല്ലോ അദ്ദേഹത്തിന്. പിന്നെ ഇന്നലെ അദ്ദേഹം എവിടെയോ പറഞ്ഞു കേട്ടു, കണ്ണാടിയിലും മാത്തൂരിലും അദ്ദേഹത്തിന്റെ പ്രകടനം മെച്ചപ്പെടുമെന്ന്. ഈ ശ്രീധരനേക്കാൾ എന്തായാലും മെച്ചപ്പെടാൻ ഒരു പ്രകടനം അവിടെ 2 സ്ഥലത്തും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊന്നും, പക്ഷെ ആ പ്രകടനം പോലും എത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും വേണ്ട. അവിടേക്ക് എത്തുകയുമില്ല. നമുക്ക് ജയിച്ചു കയറാനുള്ള ഇപ്പൊ മണപ്പുള്ളിക്കാവിലൊന്ന് പോകണം. അവിടെ അതിപ്പോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ അത് ചോപ്പാവോ അല്ലെങ്കിൽ ആ കളറിൽ തന്നെ ഉദിക്കണമെന്ന് നിർബന്ധം നമ്മൾ പറയാൻ സൂര്യനോട് പറ്റില്ല. പക്ഷെ ജനാധിപത്യ പാലക്കാടിൽ ഒരു പുതിയ സൂര്യോദയം ഉണ്ടാകും. പ്രത്യേകിച്ചൊന്നുമില്ല. 11 മണിയോടുകൂടി 14 റൗണ്ടല്ലേ ഉള്ളത്. 13 പൂർണ്ണ റൗണ്ടും പിന്നെ 2 മെഷീനുമാണുള്ളത്. മണപ്പുള്ളിക്കാവ് ഞാൻ ഒന്ന് കൽപ്പാത്തി പോവും. കൽപ്പാത്തിയുടെ വൈബും കൂടി ഒന്ന് അബ്സോർവ് ചെയ്ത് നേരെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും വന്ന് 7 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയ പ്രാതലുണ്ട് വിക്ടോറിയ കോളേജിൽ. കൌണ്ടിംഗ് ബൂത്തിലേക്ക് 7 മണി മുതൽ 8 മണി വരെ കൌണ്ടിംഗ് ബൂത്തിലുണ്ടാകും.
ഇപ്പൊ എല്ലാം ഒരു 20 മിനിറ്റ് വീതം എ സിയിലും ഡി സിയിലും ഒക്കെ ഉണ്ടാവും. അല്ല 8 മണിക്ക് തപാൽ വോട്ടുകളും മറ്റു വോട്ടുകളും ഉണ്ട് തുടങ്ങും. 8:45 ആദ്യ റൌണ്ടിലേക്ക് കിടക്കും. 2 റൌണ്ട് കഴിയുമ്പോൾ 9:15 പുറത്തേക്ക് വന്ന് വീണ്ടും പിന്നെ ഓഫീസിൽ തന്നെ ഇരിക്കും ഉണ്ടാവുക. ഡി സിയിൽ തുടരും. ഓക്കെ.